ഗുരുതര ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത മുൻ എംഎൽഎ ജോർജ് എം തോമസിനെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ സിപിഎം സസ്പെൻഷൻ കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് പ്രാദേശിക നേതൃത്വത്തിന്റെ എതിർപ്പ് മറികടന്ന് പാർട്ടി നീക്കം. സാമ്പത്തിക ക്രമക്കേട്, പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ, മിച്ചഭൂമി കയ്യേറിയെന്ന പരാതി തുടങ്ങി ഗുരുതര ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു കഴിഞ്ഞ വർഷം ജൂലൈയിൽ പാർട്ടി നടപടിയെടുത്തത്. സിപിഎമ്മിനെ ഗുരുതര പ്രതിസന്ധിയാക്കുന്ന ആരോപണങ്ങൾ ഓരോന്നായി ഉയർന്നു വന്നതോടെയാണ് ഒടുവിൽ നിവൃത്തിയില്ലാതെ ജോർജ് എം തോമസിനെ പാർട്ടിയിൽ നിന്നും ഒരു വർഷത്തേക്ക് സംസ്ഥാന നേതൃത്വം സസ്പെൻഡ് ചെയ്തത്. കഴിഞ്ഞ ജൂലൈയിലായിരുന്നു പാർട്ടി നടപടി. സസ്പെൻഷൻ കാലാവധി അവസാനിച്ച സാഹചര്യത്തിലാണ് മുൻ എംഎൽഎ കൂടിയായ ജോർജ് എം തോമസിനെ തിരിച്ചെത്തിക്കാൻ സിപിഎം ജില്ലാ നേതൃത്വം ശ്രമം നടത്തുന്നത്. സാമ്പത്തിക ക്രമക്കേട്, പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ, മിച്ചഭൂമി കയ്യേറിയെന്ന പരാതി, അങ്ങനെ ഒരുപാട് ആരോപണങ്ങളായിരുന്നു ജോർജ് എം തോമസിനെതിരെ ഉയർന്നു വന്നിരുന്നത്. പാർട്ടി പ്രാദേശിക നേതാക്കൾ തന്നെയായിരുന്നു പരാതിക്കാർ. പരാതി ജില്ലാ കമ്മിറ്റി അവഗണിച്ചതിനെ തുടർന്നാണ് പ്രാദേശിക നേതാക്കൾ സംസ്ഥാന നേതൃത്വത്തെ സമീപിച്ചത്. പരാതിയിൽ കഴമ്പുണ്ട് എന്ന് പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയതോടെയാണ് ജോർജ് എം തോമസിനെ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. അതേസമയം ജോർജ് എം തോമസിനെ പാർട്ടി ചുമതലകളിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള തീരുമാനത്തിൽ വലിയ എതിർപ്പാണ് പ്രാദേശിക ഘടകത്തിനുള്ളത്. അത് മറികടന്നുകൊണ്ടാണ് ജില്ലാ നേതൃത്വത്തിന്റെ പുതിയ നീക്കം. ജോർജ് എം തോമസിനെ തിരികെ കൊണ്ടുവരുന്നതിൽ സംസ്ഥാന നേതൃത്വത്തിനും അത്ര താല്പര്യമില്ല. ജനം, കോഴിക്കോട്.